ചില ആളുകൾ ഇത് വളരെ സീരിയസ് ആയിട്ടും അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ പറയുന്ന ഒരു കാര്യം സത്യമാണ്. ഇപ്പോഴും ഈ ചൊവ്വാദോഷം എന്ന് കേൾക്കുമ്പോൾ പേടിക്കുന്ന, ടെൻഷൻ അടിക്കുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട്. ഇത്തരത്തിൽ പറഞ്ഞ് പേടിപ്പിക്കുന്ന ആളുകളുണ്ട്. ശരിക്കും ഒരുപാട് പെൺകുട്ടികളുടെ, പ്രത്യേകിച്ച് ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ള പെൺകുട്ടികളുടെ വിവാഹ ആലോചനകൾ മുടങ്ങിപ്പോകുന്നതിൽ ഒരു വലിയ വിഭാഗം, അല്ലെങ്കിൽ കൂടെ ചെറിയ വിഭാഗം കൊടുക്കാം, അത് ഈ ചൊവ്വയുടെ ഒരു ദോഷം പറഞ്ഞിട്ടാണ്. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊരു വലിയ സംഭവമൊന്നുമല്ല. അതായത് നമ്മൾ ഈ ജ്യോതിഷത്തില് ക്യാരക്ടർ സ്റ്റഡിയാണ്, സ്വഭാവങ്ങൾ തമ്മിലുള്ള ഒരു പഠനമാണ്. ഒരാളുടെ ജാതകം എന്ന് പറയുന്നത് അയാളെ പറ്റി മനസ്സിലാക്കുന്നതിൽ അയാളുടെ ക്യാരക്ടർ മനസ്സിലാക്കുക എന്നുള്ളൊരു പ്രാധാന്യത്തോടു കൂടിയ ഒരു കാര്യമുണ്ട്. അപ്പൊ ചില സ്വഭാവ വിശേഷണങ്ങൾ ഉള്ളവർ തമ്മിൽ യോജിച്ചാൽ നല്ലത് എന്നുള്ളൊരു വിശ്വാസമാണ് ഈ പൊരുത്തത്തിലെ ചൊവ്വയടക്കമുള്ള പാവഗ്രഹങ്ങളടക്കമുള്ള പാവജാതകമടക്കമുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇന്ന സ്വഭാവമുള്ള ഒരാളുമായി യോജിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ ചൊവ്വ 7-ലോ 8-ലോ നിൽക്കുന്ന സ്ത്രീ ജാതകം ചൊവ്വാദോഷം എന്ന് പറയും. കുറച്ച് അഗ്രസീവായി പെരുമാറുന്നവരായിരിക്കും, കുറച്ച് ഇമോഷണൽ ആയിരിക്കും അവര്, ഒത്തിരി സ്ട്രേറ്റ് ഫോർവേഡ് ആയിരിക്കും അവര്. അപ്പൊ അവർക്ക് യോജിക്കുന്നത് എന്ന് പറയുന്നത് 7-ൽ ചൊവ്വയോ പാവഗ്രഹങ്ങളോ നിൽക്കുന്നതായിരിക്കും. അങ്ങനെ ഒരു കാര്യമുണ്ട്. അങ്ങനെയാണ് ഈ തിരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത്. സ്വഭാവ രീതികളിലെ തിരഞ്ഞെടുപ്പ് അല്ലാതെ ആകാശത്തിലുള്ള ചൊവ്വ ഇങ്ങോട്ട് വന്നിട്ട് നീ ചൊവ്വാദോഷം, ശരി നിന്റെ കല്യാണം മുടക്കിയേക്കാം, അല്ലെങ്കിൽ നിന്റെ ഭർത്താവിനെ കൊന്നേക്കാം, അങ്ങനെയല്ല. ഇത് പറഞ്ഞ് മറ്റുള്ളവരോട് ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കപ്പെടുമ്പോൾ ഇത് തെറ്റിദ്ധരിപ്പിച്ച് അവതരിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അല്ല, ചൊവ്വായെ എത്ര ഒരു ഭീകര ദോഷമായിട്ട് ജ്യോതിഷത്തിൽ കാണുന്ന. ഇനി ഏറ്റവും രസകരമായ ഒരു കാര്യം അറിയാവും, പല ജാതകങ്ങൾ പരിശോധിച്ചാൽ ജ്യോതിഷത്തിലെ നിയമങ്ങൾ കൊണ്ട് തന്നെ ഇതിന് ഈ പറയുന്ന രീതിയിലുള്ള ഒരു ദോഷമല്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടി സാധിക്കും. ശരിക്കും ഈ നമ്മുടെ ജ്യോതിഷ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള ആളുകൾ മണ്ടന്മാരൊന്നുമല്ല. അവരെഴുതിയതിൽ കൃത്യമായി ഈ പല ഗ്രഹസ്ഥിതികളിലും ഇന്ന രീതികളിൽ വന്നാൽ അതിനങ്ങനെ ചിന്തിക്കേണ്ടത് ആവശ്യമില്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് ആരോട് പറയാനാണ്? ഒരു ചെറിയ വിഭാഗം ആളുകൾ ഇതിലിപ്പോഴും കടുംപിടുത്തം പിടിച്ച് ഈ കുട്ടികളുടെ കല്യാണം നടക്കാതിരിക്കുക, വർഷങ്ങളോളം ഇത് നടക്കാതിരിക്കുക. അത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? അവർ വിചാരിക്കുക ചൊവ്വ നമുക്കല്ലേ ഉള്ളൂ, അപ്പൊ വേറൊരു മതവിശ്വാസിയായിട്ടുള്ള ഒരാൾ ഞങ്ങൾക്ക് ചൊവ്വയൊന്നുമില്ല, വന്നോളൂ കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ അവർ കല്യാണം കഴിക്കുമ്പോൾ ഇവിടെ ഹാലുള്ളതുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഈ കുട്ടികളുടെ കല്യാണം ജ്യോതിഷത്തിന്റെ മറവിലുള്ള തെറ്റായ ചില പ്രചരണങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇവരുടെ കല്യാണം പലപ്പോഴും മുടങ്ങി പോകുന്നത്. തെറ്റാണ്. ജ്യോതിഷത്തിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളെ എടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള കല്യാണം മുടക്കുമ്പോൾ അതല്ല ശരി ഇതാണ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കേൾക്കാൻ മനസ്സുള്ളവർ കേൾക്കുക. ചൊവ്വ അങ്ങനെ ഒരു ഭീകര രൂപിയല്ല. ആകാശത്തിലെ ചൊവ്വ ഇറങ്ങി വന്ന് ഇവിടെ ആരുടെയും കല്യാണം മുടക്കാൻ പോകുന്നില്ല. ഇത് ക്യാരക്ടറുകൾ തമ്മിലുള്ള ഒരു ഐക്യത്തെ പറ്റിയാണ് പറയുന്നത്. ചില സ്വഭാവമുള്ള ആളുകളുമായി ചേരാൻ പാടുണ്ട്, ചേരാൻ പാടില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇത് ഒരുപാട് ദീർഘിപ്പിച്ചാൽ സമയക്കുറവുണ്ട്. വരുന്ന ഒരു എപ്പിസോഡിൽ നമുക്ക് ഇതേതൊക്കെയാണ് ചൊവ്വാദോഷം ചിന്തിക്കേണ്ടതില്ല